welcome back to my channel. I'm Aditi from Aditi's World. How are you all? I'm fine. Are you fine? Today my mama is going to make mutton biryani. It is Bangalore style mutton biryani. It is very easy to make. It is very delicious and yummy. It is made in pressure cooker. Let's see how my mother makes mutton biryani. മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മട്ടൻ എടുത്തു വച്ചിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ച മട്ടനാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. വെറും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാത്രം പുരട്ടിക്കൊടുത്ത് മാറ്റി വയ്ക്കാം. പിന്നീട് ഞാനിവിടെ ഒരു വലിയൊരു ഉള്ളി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 6 വലിയൊരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില എന്നിവ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്നിച്ചിട്ട് അരച്ചെടുക്കണം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ടൊമാറ്റോ 2 തക്കാളി എടുത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കറുകപ്പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീര പൗഡർ, പിന്നെ ഒരു 2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ച ആ മട്ടൻ പീസും കൂടി ഒന്നിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ടൊമാറ്റോ പൂരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ, മല്ലിപ്പൊടി, ജീര പൗഡർ, ബിരിയാണി മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ലെമണും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു 7-8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ പച്ചരിയാണ്, ബാസ്മതി റൈസോ ജീര റൈസോ ഒന്നുമല്ല, സാധാരണ പച്ചരിയാണ്, ചോറിൻ്റെ പച്ചരിയാണ്. ഇതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കഴുകി വെച്ച അരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അരി ആ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, ഓപ്ഷണലാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണിത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബാംഗ്ലൂർ സ്റ്റൈൽ മട്ടൺ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്